ഏവർക്കും ഇന്നത്തെ കോക്ടെയിൽ അധ്യായത്തിലേക്ക് സാദരം സ്വാഗതം. അങ്ങനെ പുതിയ അധ്യയന വർഷം തുടങ്ങി. സംസ്ഥാന വ്യാപകമായി നടന്ന പ്രവേശനോത്സവത്തിൻ്റെ കാഴ്ചകളാണ് ആദ്യം കോക്ടെയിലിൽ. CBSEയിൽ പ്രവേശിക്കാൻ പോകുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞുവെന്നും സർക്കാർ സ്കൂളിലെ പ്രവേശനക്കാരുടെ എണ്ണം കൂടി എന്നതുമാണ് ഇത്തവണ സർക്കാരിനെ സന്തോഷിപ്പിക്കുന്നതത്രേ. വിദ്യാഭ്യാസമുള്ള ഒരാളെ തന്നെ വിദ്യാഭ്യാസം ഏൽപ്പിച്ചതിൻ്റെ പരിണിതിയാണ് ഇതെന്നാണ് സർക്കാർ സ്നേഹികൾ പറയുന്നത്. എന്തായാലും പ്രവേശന കാഴ്ചകൾ കണ്ടുകളയാം. പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്നവരെ ഈ സ്കൂളിലേക്ക് വീണ്ടും കൈപിടിച്ച് 1ാം ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് 2ാം ഊഴത്തിന് തുടക്കം കുറിക്കുകയാണ്. വിദ്യാഭ്യാസമുള്ള ഒരു മന്ത്രിയെ കിട്ടി എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. വിദ്യാഭ്യാസമുള്ളയാൾ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫസറെ തന്നെയാണ് സർക്കാർ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയിരിക്കുന്നത്. പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോൾ കോളേജിലെ കുട്ടികൾക്ക് മാത്രം ക്ലാസ് എടുക്കുന്ന ഒരു ബുദ്ധിജീവിയായി കാണേണ്ട. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും ക്ലാസ് എടുക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് കാണിക്കാൻ അറിയാവുന്ന അധ്യാപകനാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായും കുരുന്നുകൾക്ക് മന്ത്രി ക്ലാസ് എടുത്തു. കുരുന്നുകളെ കഥ പറഞ്ഞ് കയ്യിലെടുത്ത് ക്ലാസ്സിൽ കയറ്റാനുള്ള സൈക്കോളജിക്കൽ മൂവ് മന്ത്രി തന്നെ നേരിട്ട് ഏറ്റെടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി സംഗതി മൊത്തത്തിലങ്ങ് കലക്കും എന്നുറപ്പ്. മനുഷ്യനും എല്ലാം കൂടി ഒന്നിച്ചിരുന്നൊക്കെ അതില് പൂച്ചയുണ്ട്. ആരാളെ പറയൂ, ഉറക്കം പറയാം, ഉറക്കം പറയാമോളെ, ഉറക്കം പൂച്ച. പൂച്ച എങ്ങനെ അറിയാം? പൂച്ചയുണ്ട് കേട്ടോ, മുയലുണ്ട്, ആനയുണ്ട്, കുരങ്ങനുണ്ട്, തുമ്പിയുണ്ട്, ഒരു മനുഷ്യനുണ്ട്. അങ്ങനെ എല്ലാ മൃഗങ്ങളും തുമ്പികൾ അയ്യേ 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 എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യന് നാണായി, എല്ലാവരും കഷ്ടം വെച്ചു. അപ്പൊ മനുഷ്യന് നാണായപ്പോ മനുഷ്യൻ 1ാം ക്ലാസ്സിൽ നിങ്ങൾ വരണ പോലെ ഒരു കാര്യം പഠിച്ചു. 1ാം ക്ലാസ്സിൽ വരുന്നത് പോലെ ഒരു കാര്യം പഠിച്ചു. ബീഫ് നിരോധനത്തിന്റെ പേരിൽ നാട്ടുകാരെല്ലാം സോഷ്യൽ മീഡിയയിൽ BJP നേതാക്കളെയെല്ലാം പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ വായി തുറന്ന് ഒരക്ഷരം മിണ്ടാൻ BJP നേതാക്കൾ കുറച്ച് ദിവസമായി പുറത്തിറങ്ങാറേ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ കുമ്മനഞ്ചി ഒന്ന് ഉഷാറായിട്ടുണ്ട്. കാരണം എന്തെന്നോ, ബീഫ് വിഷയത്തിൽ സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി മുഖവിലക്കെടുത്തില്ലല്ലോ. അതുകൊണ്ട് തങ്ങൾ ജയിച്ചല്ലോ എന്നുള്ള ലൈനിലാണ് കുമ്മനഞ്ചി. കന്നുകാലികളെ കാലിച്ചന്തയിൽ കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജികൾ ഇന്ന് പരാതിക്കാർ തന്നെ പിൻവലിക്കുകയുണ്ടായി. ഈ ഹൈക്കോടതി വരെ ബീഫ് തീറ്റക്കാർക്ക് എതിരാണല്ലോ. ഇനിയും നിങ്ങൾക്ക് ബീഫ് തിന്നണോ എന്നാണ് കുമ്മനഞ്ചി ചോദിക്കുന്നത്. മാത്രമല്ല, ബീഫ് തിന്നാൻ നടക്കുന്നവരെല്ലാം കുമ്മനഞ്ചിയോടും കുമ്മനഞ്ചിയുടെ നിർദോഷികളായ പാർട്ടിക്കാരോടും മാപ്പും പറയണമത്രേ. കള്ളപ്രചരണം നടത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഇത്തരം പ്രചരണ കോലാഹലങ്ങൾ എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. ഇവിടെ കശാപ്പ് രാഷ്ട്രീയം വേണോ അതോ ജീവകാരുണിക രാഷ്ട്രീയം വേണോ എന്നുള്ളതാണ് ചോദ്യം. ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത് ജീവകാരുണിക രാഷ്ട്രീയമാണ്. അതുപോലെ തന്നെ മൃഗങ്ങളെ ഇങ്ങനെ പരസ്യമായി നടുറോഡിലിട്ട് കൊന്ന് ഇത്ര ബീഭത്സമായ രീതിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ബീഫിന്റെ കാര്യം വരുമ്പോൾ കുമ്മനഞ്ചിക്ക് ഗാന്ധി സ്നേഹം പോലും ഉള്ളിൽ നുരഞ്ഞു പോകും. ബീഫ് നിരോധിച്ച് ഉത്തരവിറക്കിയപ്പോഴാണ് കുമ്മനഞ്ചിയുടെ പാർട്ടിക്കാർ ഇത്രയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തകരാണെന്ന് മനസ്സിലായത്. മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച അഹിംസാ സിദ്ധാന്തമുണ്ട്. ഗോ സംരക്ഷണത്തിന്റെയും ഗോ സംവർദ്ധനത്തിന്റെയും വ്യക്താവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാട് ഇതൊക്കെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഗാന്ധിജിയെ ഉപേക്ഷിച്ചവർ, അവർ പുതിയ കതറിട്ട് ഇപ്പോൾ ഗാന്ധിയുടെ പേരും പറഞ്ഞ് നടിച്ചു നടക്കുന്നവർ, കോൺഗ്രസ്സുകാർ ഗാന്ധിയെ ഉപേക്ഷിച്ചു. ഇപ്പോൾ നടക്കുന്നത് ജീവകാരുണിക രാഷ്ട്രീയവും കശാപ്പ് രാഷ്ട്രീയവും തമ്മിലുള്ള സംഘർഷമാണ്, ഏറ്റുമുട്ടലാണ്.
അഹിംസാ രാഷ്ട്രീയവും ഹിംസാത്മക രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഇതേ ജീവകാരുണ്യ പ്രവർത്തകരാണ് പക്ഷേ പശുവിൻ്റെ പേരിൽ നാട്ടുകാരെ തല്ലിക്കൊല്ലുന്നത് എന്നത് വേറെ കാര്യം. അത് വലിയ കാര്യമൊന്നുമല്ല. 4 മനുഷ്യർ മരിച്ചാൽ എന്താ, ഗോമാതാവ് രക്ഷപ്പെടുമല്ലോ. ഈ ഗോമാതാവിനെ ഒരു ഗുണവുമില്ലാത്ത അവസ്ഥയിൽ ഈ ജീവകാരുണ്യ പ്രവർത്തകർ എന്തു ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. മുഖ്യമന്ത്രി ചോദിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഈ ഗോമാതാവ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ ആരെങ്കിലും പിന്നെ മാതാവിനെ അങ്ങനെ പുറമെ സംരക്ഷിക്കുന്നുണ്ടോ? അവരവരുടെ വീട്ടിൽ ഒരു പശുവിനെ പിന്നെ പാല് വേണ്ട ആവശ്യത്തിന് പോറ്റുന്നുണ്ടാവും. അല്ലാത്ത ആരെങ്കിലും മാതാവിനെ കൊണ്ടുവന്ന് സംരക്ഷിക്കാൻ തയ്യാറാകുന്നുണ്ടോ? എൻ്റെ മാതാവായത് എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ തയ്യാറാകുന്നുണ്ടോ? അപ്പം ഈ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടാൽ എന്താ വരിക? കൃഷിക്കാരെങ്കിലും പിന്നെ ഇതിനെ പോറ്റാൻ നിൽക്കും. വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ വരിക. നമ്മുടെ നാട്ടിലെ പാലുൽപ്പന്നം തന്നെ താഴോട്ട് പോകും. ഇപ്പം ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ ദ്രോഹകരമായി ബാധിക്കുന്ന ഒന്നാണിത്. അതുകൊണ്ട് തന്നെയാണ് കേരളം ശക്തമായിട്ട് ഇതിനെ എതിർക്കുന്നത്. അങ്ങനെ മുന്നാക്കക്കാരെ വികസിപ്പിക്കാൻ ആർ ബാലകൃഷ്ണപിള്ള സാർ വീണ്ടും എത്തി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇരുന്ന അതേ കസേര തന്നെ പിള്ള സാറിന് ഇത്തവണയും കിട്ടി. കഴിഞ്ഞ ദിവസം പിള്ള സാർ ഔദ്യോഗികമായി ചാർജ് എടുത്തു. പക്ഷേ ഈ പത്രാസും പദവിയും ഒക്കെ പിള്ള സാർ എത്ര കണ്ടതാ? അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല. 5 പൈസയുടെ ചെലവ് സർക്കാരിന് ഉണ്ടാക്കാത്ത തരത്തിലാണ് പിള്ള സാർ മുന്നാക്കക്കാരെ വികസിപ്പിക്കാൻ പോകുന്നത്. തന്ത്രപതിയുടെ സന്താപത്തിൻ്റെ ഒന്നും കാര്യമില്ല. എനിക്കിതിനകത്ത് മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടില്ല, ഇനിയും വാങ്ങിക്കുന്നില്ല. എനിക്ക് പോലീസുകാരനെ പോലും വേണ്ടാന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമല്ല. ഗൺമാൻ പോലും ഇവിടെ എല്ലാവർക്കും ഓരോന്നും 2 ഗൺമാന്മാരെ കൊണ്ട് കിടപ്പുണ്ട്. എനിക്ക് അതുപോലും വേണ്ട. എനിക്ക് ശമ്പളം വേണ്ട, മന്ത്രിയുടെ യാതൊരു ആനുകൂല്യവും വേണ്ട. ഒരു കാറ് സ്റ്റാറ്റസ് സിമ്പിൾ എന്നുള്ള നിലയ്ക്ക് തരുന്നുണ്ടെന്ന് കണ്ടു. അതിനകത്ത് കിട്ടിയിട്ടൊന്നുമില്ല. കിട്ടുമ്പോൾ എടുക്കാം, ഓടുന്നതാണെങ്കിൽ. പിള്ള സാറ് പറഞ്ഞല്ലോ ആകെ കൂടി കിട്ടിയത് ഒരു കാറ് മാത്രമാണെന്ന്. പക്ഷേ കാറ് പഴയ കാറല്ല. ഇപ്പോൾ കാറിൻ്റെ മുകളിൽ കറങ്ങിത്തിരിയുന്ന ലൈറ്റില്ല. പക്ഷേ പിള്ള സാറിന് ആ പത്രാസും വേണ്ട. ലൈറ്റ് ഇല്ലാതെ പോയതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. പ്രസിഡന്റ് വാർക്കാട്ടകൻ്റെ ലൈറ്റുള്ളൂ, ജഡ്ജസിന് പോലും ലൈറ്റ് ഇല്ലല്ലോ. എന്തിനാ ഈ പ്രത്യേകത? ഈ മറ്റുള്ള ആളുകളിൽ നിന്നുള്ള പ്രത്യേകത എന്തിനാ? അല്ലെങ്കിൽ ജഡ്ജസിന് അവരും സാധാരണക്കാരല്ലേ. അവർ ജനങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത്, അവരുടെ പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് അധികാരങ്ങളും ഒക്കെ കൂടുതൽ കാണും. ഈ ലൈറ്റൊക്കെ വെച്ച് ആളുകളെ ഭയപ്പെടുത്തി വലിയ ഹാണുമൊക്കെ അടിച്ച് നടക്കുന്നു എന്ന് ശരി. ഞാനങ്ങനെ നടന്നിട്ടുള്ള ആളല്ല. ഞാൻ മന്ത്രിയായിരുന്നപ്പോഴും ലൈറ്റ് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പലപ്പോഴും എൻ്റെ കാറിൽ ലൈറ്റ് ഉണ്ടായിരുന്നിട്ട് ഒരു താല്പര്യമുള്ള ആളല്ലേ ഞാൻ. സ്റ്റാഫിനെ പോലും ഡ്രൈവർ ഉണ്ടല്ലോ, സ്റ്റേറ്റ് കാറിന് ഡ്രൈവറുണ്ട്. 3 പേരെ എടുത്തിട്ടുള്ളൂ സ്റ്റാഫിന്. അത് അത്യാവശ്യമുള്ളതുകൊണ്ടായി 3 പേരെ എടുത്തുള്ളൂ. അത് ഈ 3 പേരിൽ 2 പേരും സർക്കാരിൽ നിന്ന് ശമ്പളം മേടിക്കുന്നവരാണ്. അപ്പോൾ സർക്കാരിന് അഡീഷണൽ എക്സ്പെൻഡിച്ചർ ഒന്നുമില്ല. ഇനി ഉഴവൂരിൻ്റെ വാഗ്ധോരണികളാണ്. ആദ്യം ഉഴവൂർജി ഊഴം നൽകുന്നത് നമ്മുടെ ഹിന്ദുക്കളുടെ രക്ഷകയായ ശശികല ടീച്ചർക്കാണ്. പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈയിടെ നമ്മുടെ ടീച്ചർ എല്ലാത്തിനും പ്രതികരിക്കുന്ന ആളാണ്. ജാതി എവിടെയുണ്ടോ അവിടെ ടീച്ചറുണ്ട്. ടീച്ചർ അതിൽ ശക്തമായി പ്രതികരണമായി കടന്നു വരും. പ്രതികരിക്കാനൊക്കെയുള്ള അവകാശമുണ്ട്. ഇപ്പോൾ MT വാസുദേവൻ നായരുടെ 2ാം പടമാകുമ്പോൾ, ചിത്രമാകുമ്പോൾ അതിൽ മഹാഭാരതം എന്ന് പേരിട്ടാൽ ഞങ്ങൾ ഒരു തിയേറ്ററിൽ ഓടിക്കുകയില്ല. എന്നുവെച്ചാൽ എല്ലാ തിയേറ്ററും BJPയുടെ ആണെന്നുള്ളൊരു നിലയിലാണ്. അവർ ഓടിക്കേണ്ട കാര്യമില്ല. അത് ആ തിയേറ്ററിലുള്ളവർ അവരതിൻ്റെ ആ ജോലി ചെയ്തോളും. അവിടെ വന്ന് തടസ്സം ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കിയാൽ പടത്തിന് കൂടുതൽ കളക്ഷൻ കിട്ടും എന്നുള്ളതല്ലാതെ വേറൊരു ചുക്കും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇനി സെൻകുമാറിൻ്റെ സുരേഷ് ഗോപിത്വത്തെക്കുറിച്ചും പറയാനുണ്ട് ചിലത്. സെൻകുമാറിൻ്റെ നടപ്പോട് പോവുക കണ്ട ഒരു സുരേഷ് ഗോപി സ്റ്റൈലിലാണ്. ഞാനെന്തോ ഇവിടെ മുഖ്യമന്ത്രിയെ പരാജയപ്പെടുത്തി. അങ്ങനെ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയാകാൻ ആരെയും അനുവദിക്കാൻ സാധ്യമല്ല. അല്ലാതെ അത് കോടതിയിൽ പോയി, ഇപ്പോൾ ഉമ്മൻചാണ്ടി കോടതിയിൽ പോയിട്ട് പറയുകയാണ്, ഞാൻ 5 വർഷം ഭരിച്ചുകൊണ്ടിരുന്നതാണ്, എനിക്കിപ്പം മാറാൻ പറ്റുകയില്ല, അതുകൊണ്ട് എനിക്ക് ഒത്തിരി നഷ്ടം വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ കിട്ടേണ്ടതായിരുന്നു, അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കുകയാണെന്ന് പറഞ്ഞ് പുള്ളി തിരിച്ചു വരണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനിടയ്ക്ക് പ്രതിപക്ഷത്തിന് നന്ദി പറയാനും ഉഴവൂർജി അവസരം കണ്ടെത്തുകയാണ്. മറ്റൊന്നിനുമല്ല, വാർഷിക ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും ചേർന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചതിന് 1000 കട്ടപ്പമാർ വന്നാലും ബാഹുബലിയെ പോലെ നമ്മുടെ പിണറായി വിജയൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കുന്തൻ ചന്ദ്രാവത്ത് വിചാരിച്ചിട്ട് ഒരു കുന്തവും നടന്നില്ല. പിന്നെയാണോ ഇവർ ഈ ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷം, ഇത്രയും ദുർബലമായ ഒരു പ്രതിപക്ഷം ഉണ്ടോ?
ഇപ്പം ഞങ്ങൾ വാർഷികാഘോഷം വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി യുവമോർച്ചക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും രംഗത്ത് വന്നു. അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നാന്ന് വെച്ചാൽ ഒരു വലിയ പരിപാടി നടക്കുമ്പോൾ ഒരു കോലടി കളിയും ഒരു പെരിശുമുട്ട് കളിയും ഒക്കെ നടക്കുമ്പോൾ അത് കാണാൻ ഒരു രസമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ചെലവിലല്ലാതെ യൂത്ത് കോൺഗ്രസ്സുകാരുടെയും യുവമോർച്ചക്കാരുടെയും ചെലവിൽ അവരൊരു കലാപരിപാടി അന്ന് അവതരിപ്പിച്ചു തന്നതിൽ പ്രത്യേകമായ നന്ദിയുണ്ട്. ഇനി കുമ്മനംജിക്കുള്ള ഉപദേശമാണ്. സംസ്ഥാനം പ്രധാനമന്ത്രിക്ക് അയക്കുന്ന കത്തുകൾ കുമ്മനംജിക്ക് കിട്ടുന്നില്ല എന്ന പരാതി ഉഴവൂർജി പരിഹരിച്ചു കൊടുക്കുകയാണ്. കുമ്മനം വിചാരിക്കുന്ന ഈ പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നത് പണ്ട് കാലത്ത് നമ്മൾ കത്തെഴുതുമല്ലോ, എന്നിട്ട് 10-15 ദിവസമൊക്കെ കഴിയുമ്പോഴായിരിക്കും പോസ്റ്റ്മാൻ അത് കൊണ്ട് കൊടുക്കുന്നത്. അത് എന്നിട്ട് ആ വീട്ടിൽ കൊണ്ട് തന്നില്ലേ അടുത്തുള്ള കടയിൽ എവിടെയെങ്കിലും ഇടും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ വഴിയിൽ ഇറങ്ങി കടയിലൊക്കെ പോകുമ്പോഴേ എടുത്തുകൊണ്ട് പോരുന്നത്. അങ്ങനെ ഈ പ്രധാനമന്ത്രിക്ക് അയക്കുന്ന കത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും കടയിലിടുകയും അദ്ദേഹം വൈകുന്നേരം ഇറങ്ങി അത് മേടിച്ചുകൊണ്ട് പോരുകയും ചെയ്യുകയാണ് അതിൻ്റെ സിസ്റ്റം. അതുകൊണ്ടാണ് കത്ത് കിട്ടിയില്ല എന്ന് പറയുന്നത്. കത്ത് 1 മിനിറ്റ് കൊണ്ട് കിട്ടാനുള്ള സംവിധാനവും മറുപടി 1 മിനിറ്റ് കൊണ്ട് അയക്കാനുള്ള സംവിധാനവും ഇപ്പോഴുണ്ട് എന്നുള്ള വിവരം കേരളത്തിലെ BJP-ക്കാർക്ക് അറിയാം എന്നെനിക്ക് തോന്നുന്നില്ല. ഇനി കേരള കോൺഗ്രസിന്റെ കരച്ചിൽ സമരമാണ്. അങ്ങ് കേന്ദ്രത്തിൽ പിടിയുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന മാണി സാറിന്റെ പാർട്ടിക്കാരാണ് ഈ കരച്ചിൽ സമരത്തിന്റെ പ്രായോക്താക്കൾ. ബീഫ് നിരോധിച്ചതിന്റെ പേരിലാണ് കേരള കോൺഗ്രസ് നേതാക്കൾ കരഞ്ഞ് വെള്ളം വറ്റിക്കുന്നത്. പ്രതികാത്മകമായി ഇവിടെ കരച്ചിൽ സമരം നടത്തുവാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ധീരരോധനം അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കർണപടങ്ങളിൽ എത്തിച്ചേരട്ടെ എന്നാണ്. നരേന്ദ്രമോദി എന്നോട് ചോദിക്കട്ടെ, നിങ്ങൾ അധികാരത്തിൽ വന്നിട്ട് ഇവിടെ ആർക്കാണ് പ്രയോജനം? ഇവിടെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഒരു BJP ഗവൺമെന്റായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. ഇവിടെ കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ബീഫ് കേരളത്തിൽ നിരോധിക്കില്ല. അദ്ദേഹത്തിന് മറുപടിയില്ല ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾക്ക് വേണ്ടത് പ്രധാനമന്ത്രി, ഇന്ത്യ ഗവൺമെന്റ് മറുപടി വേണം. അങ്ങ് കേന്ദ്രത്തിൽ BJP-യുമായി കൂട്ടുകൂടിയാലും ഇങ്ങനെ കരയേണ്ടി വരുമെന്ന് ഈ നേതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്തോ. അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ ഇത് ഒരു റിഹേഴ്സൽ ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുകയാണ്. വീണ്ടും അടുത്ത ദിവസം കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.